സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊല, അതായത് തെങ്ങിൻ്റെ കൊല ഇലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കെട്ടുന്ന ഒരു വിധമാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഈ രണ്ടാമത്തെ ഓലയുടെ കയ്യിൽ ഇത് വലിച്ച് കെട്ടിയാൽ മാത്രമേ ഇത് താഴോട്ട് പോകാതെ ഇരിഞ്ഞു പോകാതെ നിൽക്കത്തുള്ളൂ. അതിന് നമ്മൾ നല്ല കയറെടുക്കുക, പ്ലാസ്റ്റിക് കയറെടുത്തിട്ട് നല്ലപോലെ ഇതിൻ്റെ കൊല എടുത്തതിന് ശേഷം രണ്ടാമത്തെ മറിവിലേക്ക് ഇത് വലിച്ചു കെട്ടുക. ഇത് ഏകദേശം ഈ രീതിയിലേക്ക് കണ്ടോ, ഈ രീതിയിലേക്ക് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. പിന്നെ ഇലിഞ്ഞു പോവുകയില്ല. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വെയിറ്റ് കൂടിയതിന് ശേഷം താഴേക്കൊക്കെ പോകാനായിട്ട് വളരെയധികം സ്വാഭാവികമാണ്. ഇങ്ങനെ പെട്ടെന്ന് ഇടിഞ്ഞു പോകും. അതായത് മറ്റേ തെങ്ങിൻ്റെ ഒരു കയ്യിലേക്ക് ഇത് വലിച്ചു കെട്ടുക ഈ ഒരു രീതിയിൽ, എങ്കിലേ നല്ലപോലെ അത് ഇടിഞ്ഞു പോകാതെ ഫുള്ളായിട്ട് നിൽക്കുകയുള്ളൂ. എന്ന് കണ്ടില്ലേ, നമ്മളിങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ടോ, ഇത് വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുകയാണ്. ഏകദേശം ഇതിൻ്റെ ഈ സൈഡിലെ ഈ ഞാൻ വന്നിരിക്കുന്നതെല്ലാം ക്ലിയറാക്കി ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് നല്ല ചൂടൊക്കെ നല്ല ക്ലിയറാക്കി എടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് വന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനും വളമിടാനൊക്കെ നമുക്ക് പെട്ടെന്ന് സാധിക്കുള്ളൂ. ഒരു നല്ല ക്ലിയറാക്കുക തടവെടുത്ത്, ഏകദേശം ഒരു തടവെടുക്കുന്നൊരു റൗണ്ടൊക്കെ ഞാനിപ്പം ഏകദേശമൊക്കെ കാണിച്ചു തരാം. ഇതെല്ലാം നമ്മൾ അങ്ങനെ കെട്ടിയിരിക്കുന്ന തൈകളാണ്, തെങ്ങിൻ്റെ തൈകളാണ്. കൊലകളെല്ലാം നമുക്ക് സേഫായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. ഇതെല്ലാം റൗണ്ടിൽ നമ്മൾ ഫുള്ളിലേക്ക് കെട്ടിയിരിക്കുകയാണ്. ഏകദേശം ഒരു തടത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളൊരു ഇതിൽ നിന്നൊരു ഒരു തെങ്ങിൻ്റെ തടമെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് റൗണ്ടിൽ നല്ല ക്ലിയറായിട്ട് എടുക്കുക. ഓലയൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് കണ്ടോ, ചെറിയൊരു തടം എടുത്ത് ഒരു ഇങ്ങനെ വളമൊക്കെ ഇടുന്ന രീതിയിൽ ഏകദേശം ഒരു ക്ലിയർ വരുത്തുക ആണ് ഏറ്റവും നല്ലത്. ഈ ഉണങ്ങിയ ഓലകളൊക്കെ